Hello, my dear students. Welcome back to our class. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ 4 ഇയർ ഡിഗ്രി കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ടൈപ്പ് AC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ്, DSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ്, MDC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മുമ്പ് കുട്ടികൾ എന്നോട് സംശയം ചോദിച്ചിരുന്നു. നമുക്ക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. പ്ലസ് യൂണിവേഴ്സിറ്റിയിൽ മോഡൽ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കോളേജസിൽ എക്സാംസ് നടന്നു കാണും, ഇൻറ്റേർണൽ എക്സാംസ് ടീച്ചേഴ്സ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ, അങ്ങനെ പരിചയം നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മോഡൽസ് ഒക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഈ മൂന്നിൻ്റെയും. AC എങ്ങനെയാണ്, DSC എങ്ങനെയാണ്, MDC എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ടൈം ടേബിളിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടൈം എങ്ങനെയാണെന്നുള്ളത്. അപ്പം 4 ഇയർ ഡിഗ്രി എക്സാം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് നമുക്ക് ഒരു പുതിയ ഒരു സംഭവമാണ് ശരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു പേപ്പർ വാല്യൂ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ അല്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സാം കോളേജുകൾ നടക്കുന്നത്. അപ്പോൾ കോളേജസ് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുമോ, വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ. സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൈം ടേബിൾ ഓൾറെഡി വന്നു കഴിഞ്ഞത് ഇങ്ങനെയാണ്. ഓൾറെഡി നിങ്ങൾക്കിത് അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. കോളേജസിൽ നിന്നൊക്കെ ഷെയർ ചെയ്ത് കിട്ടി കാണുമായിരിക്കും. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് 25th സ്റ്റാർട്ട് ചെയ്യുന്നത്. 25-ാം തീയതി എല്ലാ എക്സാംസും ആഫ്റ്റർനൂൺ തന്നെയാണ്. യൂണിവേഴ്സിറ്റി സാധാരണ എക്സാം നടത്തുന്ന പോലെ തന്നെ ആഫ്റ്റർനൂൺ ആണ് നമ്മുടെ ഡിഗ്രി ലെവലിലെ എക്സാംസ്. നോർമൽ ടൈമിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് AC പേപ്പറാണ്. AC 1 എന്നുള്ള നിങ്ങളുടെ പേപ്പറാണ്. ഇംഗ്ലീഷിൻ്റെ പേപ്പർ 1 എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AC അതർ ലാംഗ്വേജും ഉണ്ടല്ലോ AC. അപ്പോൾ ആദ്യത്തെ ദിവസം ഇംഗ്ലീഷിൻ്റെ AC ആയിരിക്കും നടക്കുന്നത്. അത് മൺഡേ ആണ്, 25-ാണ്. 25/11/2024 യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത്. എക്സാം തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 1:30 ആണ്. 1:30 എക്സാം തുടങ്ങും. 1:30 എക്സാം തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാനുള്ള ടൈമാണ് 1:30 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കോളേജിൽ എത്തണം. ഹോൾ ടിക്കറ്റിനെ കുറിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയും. അതായത് കോളേജുകൾ ഏത് ടൈമിൽ ചെന്ന് വാങ്ങിക്കണം എന്നുള്ളത്. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം കോളേജിൽ ഓൾറെഡി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് കോളേജിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ആ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഈ 1:30 കോളേജിൽ എത്താനായിട്ട് ഇരിക്കരുത്. അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ എപ്പോഴും നേരത്തെ ചെല്ലുന്നതാണ് നല്ലത്. നിങ്ങൾക്കൊന്ന് സെറ്റിൽ ചെയ്യാൻ നല്ലതാണ്. ഒരു തിടുക്കത്തിൽ നമ്മൾ ക്ലാസ് ഒരു എക്സാമിന് പോകുക എന്ന് പറയുന്നത് ഒട്ടും അഡ്വൈസബിൾ അല്ല. അതുകൊണ്ടാണ് 1:30 എഴുതി തുടങ്ങാനുള്ള ടൈം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഫേസിംഗ് ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ പഴയ ഡിഗ്രിയിൽ നിന്ന് ഇപ്പോൾ 4 ഇയറിനുണ്ട്. അപ്പോൾ അത് നമ്മളിനി അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ എക്സാം വരികയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു. മൺഡേ ആണ്, 25-നാണ് എക്സാം. അടുത്ത നിങ്ങളുടെ അതർ ലാംഗ്വേജിൻ്റെ AC, അതായത് AC 2 എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ എക്സാം ഇല്ല ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച്. പിന്നെ 27-ന് എക്സാം ഉള്ളൂ. 27-ാം തീയതി ബുധനാഴ്ചയാണ്. അതും 1:30 തന്നെയാണ്. അപ്പോൾ ഈ AC പേപ്പറുകൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി 28 മാർക്സിനുള്ള എക്സാം ആണ്. 28 മാർക്സാണ് അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1 അവർ എക്സാം ഉള്ളൂ. അതായത് 1:30 എക്സാം തുടങ്ങിയാൽ 2:30 നിങ്ങൾക്ക് എക്സാം തീരും. 28 മാർക്കിനെ എഴുതാനുള്ളൂ. പക്ഷേ ഇൻറ്റേർണൽ എക്സാം എഴുതിയപ്പോൾ നമ്മൾ പലപ്പോഴും ക്ലാസ് റൂമിൽ കണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. കുറേ ടൈം ആലോചിച്ചിരിക്കുന്നു. ഒരു 3 hour എക്സാമിൻ്റെ ഇരുന്ന് ആലോചിക്കുന്നതിൻ്റെ അത്രയും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാം. എന്താണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ എക്സാം ഹോൾ ഇല്ല എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കുഴപ്പമില്ല, 28 മാർക്കല്ലേ ഉള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനല്ല. ടൈം മാനേജ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത എക്സാം, തേർഡ് എക്സാം എന്ന് പറയുന്നത് വീണ്ടും വെനസ്ഡേ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു ദിവസം നമുക്ക് അവധിയാണ്. തേഴ്സ്ഡേ ഇല്ല, പിന്നെ ഫ്രൈഡേ ഉള്ളൂ. വെള്ളിയാഴ്ച 29/11. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രൈഡേയ്സിൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എന്ന് പറയുന്നത് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:30 അല്ല, 2 മണിക്കേ ഉള്ളൂ. ഫ്രൈഡേയ്സ് മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ന് എക്സാം തുടങ്ങുന്നത് 2 മണിക്കാണ്. അത് MDCയുടെ എക്സാമാണ് അന്ന് വരുന്നത്. അപ്പം MDCയുടെ എക്സാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് MDC 1 മൾട്ടി ഡിസിപ്ലിനറി പേപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് തുടങ്ങുന്നത് 2 മണിക്കാണ്. അതായത് മൂന്നാമത്തെ എക്സാം എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണെന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കണം.
കാരണം പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും കുട്ടികൾക്ക്. ആദ്യത്തെ ശരിയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഒരു സ്കൂളിലെ എക്സാമിൻ്റെ പോലെ ആയിരിക്കില്ല പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ടൈമിന് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ടൈമിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. എപ്പോഴാണ് എത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് എക്സാം എന്ന്. എല്ലാ ദിവസവും വെള്ളിയാഴ്ചത്തെ പോലെ 2 മണിക്ക് എത്തരുത്, അതിന് മുമ്പേ തന്നെ എത്തണം. അപ്പോൾ 2 മണിക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഓൾറെഡി 1:30ക്ക് നിങ്ങൾ ഹാളിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് ഡിലേ ആവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ MDC എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ്. അതായത് 1.5 മണിക്കൂറാണ്. 1 hour 30 minutes എന്നാണ് പറയുന്നത്. 42 മാർക്സിനാണ് നമുക്ക് MDC അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പം അതും അതിനനുസരിച്ചിട്ട് ടൈം നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് പേപ്പർ കൊടുത്തിട്ട് പോകരുത്. ടീച്ചേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്വൈസ് തരും. അവിടെ എത്തുമ്പോൾ അവർ പറയും എത്രയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 എക്സാംസ് 1 മണിക്കൂറിന് എഴുതിയതുകൊണ്ട് വീണ്ടും അടുത്ത ദിവസത്തെ MDCയും 1 മണിക്കൂറിനാണെന്ന് വിചാരിക്കരുത്. 1.5 മണിക്കൂറാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ടീച്ചേഴ്സ് അത് സമ്മതിക്കില്ല, എനിക്ക് അറിയാം. ക്ലാസ് ടീച്ചേഴ്സ് പറയും. എന്നാലും ഞാൻ പറയുവാണ്, നിങ്ങൾ ഓൾറെഡി നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നീട് വരുന്നത് DSC എക്സാംസ് ആണ്. അതിൽ DSC 1 എന്ന് പറയുന്നത് മേജർ പേപ്പർ 1 ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ മൺഡേ എക്സാം ഉള്ളൂ. ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ മൺഡേ മാത്രമേ എക്സാം ഉള്ളൂ. 2:12-നാണ് എക്സാം. അത് 1:30ക്കാണ്. 1:30ക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ ASCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 1:30ക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു എക്സാം അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. AEC പോലെ അല്ല MDC എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വ്യത്യാസമുണ്ട്. MDC പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ MDC നമ്മൾ പറഞ്ഞു 1.5 മണിക്കൂറാണ് എക്സാം എന്നുള്ളത്. അപ്പോൾ DSC പേപ്പർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. മുമ്പ് കുട്ടികൾക്കാണെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. എല്ലാം 3 മണിക്കൂർ എക്സാമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു വ്യത്യാസം പറയുന്നത് ഓരോ പേപ്പറിനനുസരിച്ചും വ്യത്യാസമുണ്ട്. ഇപ്പോൾ MDCക്ക് നമ്മളിപ്പോൾ പറഞ്ഞു 1.5 മണിക്കൂറാണെന്ന്. DSC വരുമ്പോഴത്തേക്ക് അത് 2 മണിക്കൂറാവും. 120 മിനിറ്റ്സ് ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ശരിക്കും ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു എക്സാം, ഏറ്റവും കൂടുതൽ ടൈം ഉള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ DSC എക്സാമാണ്. അപ്പം അതിന് കൂടുതൽ ടൈം നിങ്ങൾക്ക് കിട്ടും. 2 മണിക്കൂർ കിട്ടും. പക്ഷേ അതിനനുസരിച്ച് അത്രയും ക്വസ്റ്റ്യൻസും ഉണ്ട്. 56 മാർക്സിന് 56 മാർക്കിനാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൈം കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് എഴുതാനുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ DSC 2 അതുപോലെ തന്നെയാണ്. അത് പിന്നെ മൺഡേ കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ നമുക്ക് എക്സാം ഇല്ല. വെനസ്ഡേ മാത്രമേ ഉള്ളൂ. 4-ാം തീയതിയാണ്, 4th പിന്നെ എക്സാം ഉള്ളത്. 4/12. അപ്പോൾ ഡിസംബറിലാണ്. അപ്പം ഈ DSC തുടങ്ങുന്നത് ഡിസംബറിലാണ്. ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് ഫസ്റ്റ് പേപ്പർ വരുന്നത് മൺഡേ ആണ് 2/12. സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് വെനസ്ഡേ ആണ് 4/12 അത് വരുന്നത്. 4th വരുന്നത്. അതും 1:30ക്ക് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ DSC 3 എന്ന് പറയുന്നത് അത് മൈനർ പേപ്പർ ആയിരിക്കും. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിൽ ഓരോന്നും മേജർ ഏതാണ് മൈനർ ഏതാണെന്നുള്ളത് കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനിയും നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അതാത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അത് കോൺടാക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബട്ട് സ്റ്റിൽ ആരെങ്കിലും ഐഡിയ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം പഠിക്കാനും അതിനനുസരിച്ച് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തേർഡ് പേപ്പർ DSC 3 എന്ന് പറയുന്നത് നമ്മുടെ മൈനർ പേപ്പർ 2 ആണ്. അത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആകുമ്പം ഓർത്തോള്, ഫ്രൈഡേ 2 മണിക്കാണ് എക്സാം എന്ന് പറയുന്നത്. 2 മണി തൊട്ടാണ് 4 മണി വരെ അന്ന് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം ഹാളിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എക്സാം ഹാളിൽ ബിഹേവ് ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഒരു എക്സാം ഹാളിൽ നോർമലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്കും കൂടെ ഷെയർ ചെയ്തേക്കാം. അതൊന്ന് കാണണം. ചിലപ്പോൾ അതിൽ, കാരണം നമ്മുടെ പേപ്പറിൽ തരുന്ന കാര്യങ്ങൾ വായിക്കാനുള്ള ടൈം നമുക്ക് അന്നേരം കിട്ടത്തില്ല ഹാളിൽ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാക്കി എന്തൊക്കെ വീഡിയോസ് ഇനി ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ കമൻറ്റായിട്ട് വന്നാൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണും. ഇനി അധികം ടൈമില്ല. സോ ടു പ്രിപ്പയർ വെൽ, നന്നായിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.